കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. താൻ ഇങ്ങനെ മിണ്ടായിരുന്നില്ലേ? ഞാൻ ചോദിച്ചാണല്ലോ ഉത്തരവാവൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് പറയും. അച്ഛനമ്മയും തിരികെ വീട്ടിലേക്ക് പോയി സർ. തിരികെ പോയോ? അതെന്തുപറ്റി? പെട്ടെന്നൊരു മടങ്ങിപ്പോക്ക്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞല്ലേ? പോണെന്ന് പറഞ്ഞു പോയി. അതിനാണോ ഈ വിഷമം? അവർക്ക് അവിടെ എന്തെങ്കിലും കാര്യം കാണും. അങ്ങനെയല്ല, അച്ഛനും അമ്മയ്ക്കും വിഷമം വരുന്നത് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതിനിവിടെ എന്ത് നടക്കാനാ? അല്ലെങ്കിൽ തന്നെ വന്ന നിമിഷം മുതൽ അവർ രണ്ടാളും പോകാൻ തയ്യാറായി നിന്നല്ലേ? അവരെ രണ്ടാളെ പറ്റിയും എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആളുടെ താൻ. ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് അവർക്കിഷ്ടമല്ല. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തുമില്ല. പിന്നെ താൻ ആലോചിച്ച പോലെ എന്തെങ്കിലും വിഷമം ഉണ്ടായി പോയതാണെങ്കിൽ നാളെ രാവിലെ ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തും. പോയതുപോലെ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാം. പോരെ? എന്താ അത് പോരേന്ന്? രക്ഷപ്പെട്ടു. ഈ മുഖമൊന്ന് തെളിഞ്ഞ് കണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ എന്നെ പ്രതിസന്ധിയിലാക്കരുത്. രണ്ടുപേരോ? രണ്ടുപേര്. ഇവിടെ ഞാനും സാറും മാത്രല്ലേ ഉള്ളൂ. ഓ, അപ്പോ വന്ന് വന്ന് തന്റെ കാഴ്ചയും പോയോ? നമ്മൾ 3 പേരില്ലേ ഇവിടെ? ഞാനും സാറും പിന്നെ ഇവിടെയുള്ള ആളുടെ താൻ വേറെ എവിടെ നോക്കുന്ന? ഞാനും താനും പിന്നെ ഇവിടെയുള്ള ആളും. ഞാൻ ആലോചിച്ചിട്ട് ഇരട്ട കുഞ്ഞുങ്ങളാകാനാ സാധ്യത. ഓഹോ, എന്താലോചിച്ചിട്ടാണാവോ അങ്ങനൊരു സാധ്യത കണ്ടത്? എനിക്ക് തന്നോടുള്ള അചഞ്ചലമായ സ്നേഹം, അതാണ് അതിന്റെ സാധ്യത. ഇത്രമാത്രം സ്നേഹിക്കുന്ന നമുക്ക് മിനിമം ഒരു ഇരട്ട കുട്ടികളെങ്കിലും വേണ്ടേ? എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. ഈ ബിസിനസ് ടെൻഷനൊന്നും അവർക്ക് കൊടുക്കണ്ട. ഇവിടെ മാസം 2 ആയതേ ഉള്ളൂ. അപ്പോഴേക്ക് 22 വർഷത്തിന് ശേഷം വരെയുള്ള കാര്യങ്ങൾ ആലോചിച്ചല്ലോ. അങ്ങനെ പല പല പ്ലാനുകളുണ്ട്. സത്യം പറഞ്ഞ ഞാനിപ്പോ കൂടുതൽ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുക. എന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന ആളാണ് താൻ. എന്നോ ഞാൻ മറന്നു തുടങ്ങിയതെല്ലാം, അല്ലെങ്കിൽ നടക്കില്ല എന്ന് എഴുതി തള്ളിയതെല്ലാം വീണ്ടും ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങിയിരിക്കുക. ഇനിയുള്ള എന്റെ കാത്തിരിപ്പ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയുള്ളതായിരിക്കണം. തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം. ആ സന്തോഷത്തിൽ മതിമറന്നുള്ള കാത്തിരിപ്പിന് വല്ലാത്തൊരു സുഖമുണ്ട്. ഞാനും ആലോചിച്ചു, ഒരാളെ സ്നേഹിച്ച് ആ സ്നേഹ ഉയർച്ചയിലേക്ക് പോകുന്തോറും നമ്മൾ അയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അയാൾ എന്റെ ഭർത്താവാകണം, കുഞ്ഞ് ജനിക്കണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ. പക്ഷെ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും അസ്ഥാനത്തായി പോവാറുണ്ട്. സ്വന്തമായ പിന്നെ ഒന്നിനോടും പഴയ പോലൊരിഷ്ടം കാണില്ലല്ലോ. എന്റെ കാര്യത്തില് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതം ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നത്. അയ്യോ,
സംസാരിച്ചൊരു കാര്യം പറയാൻ മറന്നു. ഇതെന്താ സർ? താൻ തുറന്നു നോക്ക്. നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് കിട്ടിയ ആദ്യത്തെ സമ്മാനം. സമ്മാനദാതാവ് നമ്മുടെ സ്വന്തം സാൻഡ്ര. സാന്ദ്രമ്മയുടെ ഒരു സ്പെഷ്യൽ എഡീഷനാ. ഇവിടെ വന്ന് എന്നോട് സോറി ഒക്കെ പറഞ്ഞു. പാവം. എല്ലാവരും പാവോടും. ഓരോ നിമിഷത്തെ തോന്നലിന് ഓരോന്ന് ചെയ്യുന്നേ ഉള്ളൂ. ഇത് കൊള്ളാല്ലേ? ആ ചേട്ടായി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ചേട്ടത്തിയും രേഖയും ഒരു ദിവസം പ്രസവിക്കുന്നതായിട്ട്. ചേട്ടായിക്ക് സുന്ദരിയായ ഒരു മോളും എനിക്കൊരു മോനും. എന്തായാലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജനിക്കുന്നത് മോനായാലും മോളായാലും അവരെ ഒരു കാരണവശാലും ബിസിനസ്സിലേക്ക് കൊണ്ടുവരരുത്. ടെൻഷനൊന്നും നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടെന്നേ. ബിസിനസിന്റെ മലയാള അർത്ഥമേ തലവേദന എന്നാണല്ലോ. എല്ലാ ജോലിക്കും കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ ജോലിയും ശ്രദ്ധയോടെ ചെയ്താൽ ടെൻഷൻ കുറയും. നമ്മുടെ മക്കളെ IAS അല്ലെങ്കിൽ IPS. എന്നിട്ട് ഒരാളെ കൊണ്ട് നമുക്ക് IAS എടുപ്പിക്കണം, ഒരാളെ കൊണ്ട് IPS. അങ്ങനെ എന്തെങ്കിലും ഉയർന്ന പദവിയിലെത്തിക്കണം. കൊള്ളാം. അതിന് ടെൻഷനിലെന്ന് ആരാ പറഞ്ഞ? ബിസിനസിന്റെ അത്ര വരില്ലല്ലോ ചേട്ടായി. എനിക്ക് തോന്നുന്നത് രേഖ പ്രസവിക്കാൻ പോകുന്നത് ഇരട്ട കുഞ്ഞുങ്ങളെയാണെന്നാ. രേഖ മാഡത്തിന്റെ ഈ ഗർഭം അഭിനയമാണോന്ന് എനിക്ക് സംശയമുണ്ട്. പാവൻ രഘു സർ ഇതൊന്നും അറിയാതെ സന്തോഷത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്. ചേട്ടായി, ചേട്ടായി വാ. അങ്ങനെ എനിക്കോ ചേട്ടായിക്കോ ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായാൽ ഒരാളെ IASഉം മറ്റൊരാളെ IPSഉം ആക്കണം നമുക്ക്. വേറെ ആപത്തൊന്നും വരുത്താതെ ഭഗവാൻ എല്ലാം നല്ലപോലെ നടത്തി തന്നാ മതി. तूफान आएगा, तूफान आएगा, तूफान आएगा, तूफान आएगा, तूफान आएगा. ആപത്തുകൾ ഉണ്ടാകും. തൂഫാൻ, തൂഫാൻ ആയേഗാ. ഒരു ജീവനെ ഇല്ലായ്മ ചെയ്യാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. മുകളിലുള്ളവന്റെ അറിവോടെയല്ലാതെ ഒരു സ്ത്രീയും അമ്മയാകുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ നിമിത്തങ്ങളെ വഴിതിരിച്ചുവിടാൻ പല ശക്തിക്കും സാധിക്കും. മനുഷ്യന്റെ രൂപവും വന്യമൃഗത്തിന്റെ സൂക്ഷ്മതയും ആനപ്പകയ്ക്ക് തുല്യമായ പകയും അവരെ കൊണ്ട് എന്തും ചെയ്യിച്ചു എന്ന് വരാം. തൂഫാൻ, തൂഫാൻ ആയേഗാ.
കപട ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിക്കുന്ന അവർ മുന്നിലുള്ള സത്യങ്ങളെ വഴിതിരിച്ചുവിടും. എന്നിട്ട് നേർവഴി അവർ പറയുന്നതാണെന്ന് സ്ഥാപിക്കും. മാതാവിന്റെ മഹത്വം അറിയുന്നവളും അതൊരിക്കലും അറിയാത്തവളും നേരിൽ കാണാൻ പോകുന്നു. തൂഫാൻ, തൂഫാനായക. വെളിപാടുകൾ ഇനിയും അവൻ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ സന്തോഷങ്ങളും കെട്ടടങ്ങാൻ പോകുന്നു. മുന്നിൽ നിന്നും ചിരിക്കുന്നവരെയും പിന്നിൽ നിന്നും ദുഷിക്കുന്നവരെയും തിരിച്ചറിയണം. സമ്പത്തിനായുള്ള പോരാട്ടത്തിൽ ഭവനത്തിൽ കണ്ണീര് വീഴും. തീർച്ചയാണ്. ദൈവത്തിൽ വിശ്വസിക്കൂ, വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. എല്ലാത്തിന്റെയും അന്ത്യഫലം അവിടെ നിന്നാണ്. തൂഫാൻ, തൂഫാനായക, 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 തൂഫാനായക. എന്തൊക്കെയാ അയാൾ ഈ പറഞ്ഞിട്ട് പോയത്? ഇങ്ങനെയുള്ള കുറെ പേരെ എനിക്കറിയാം. എന്തെങ്കിലും പറഞ്ഞ് സ്വസ്ഥത കളയുക. പിന്നീട് നമ്മൾ അവരെ കണ്ടുപിടിച്ച് ചെല്ലുമ്പോ പൈസ ബാർഗെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ചേട്ടാ ഇതൊക്കെ കളഞ്ഞിട്ട് വന്നേ. പിന്നെ ഇന്ന് എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെന്ന് അറിയാലോ. വന്നേ, വാ 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 വാ. തൂഫാനായക, തൂഫാനായക, തൂഫാനായക. അമ്മേ ഒന്ന് നിന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ചോദിക്കുക, ഒരു സ്ഥലം വരെ പോകണമെന്നല്ലാതെ അമ്മ ഒന്നും പറഞ്ഞില്ല. ഇനിയെങ്കിലും ഒന്ന് പറയേ, നമ്മൾ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നത്? പറയാം, നീ ആദ്യം ഒന്ന് അടങ്ങ്. ആ സിസ്റ്റർ, ഞങ്ങളിവിടെ എത്തി. ആ ഓക്കെ സിസ്റ്റർ. ദേ, നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത് എല്ലാവരും വിശ്വസിച്ചു. സംശയം പറഞ്ഞ സുദർശനെയും സരോജത്തെയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ദേ, ഇനി നമുക്ക് ആവശ്യം 10 മാസം കഴിഞ്ഞ് നീ പ്രസവിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെയാ. അമ്മേ, നമ്മൾ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാ പോകുന്നത്. നീ കുഴപ്പങ്ങൾ മാത്രം ചിന്തിക്കാതെ ഒരു കുഞ്ഞു വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുമോളെ. ദേ, ശ്രീലക്ഷ്മിയുടെ കുഞ്ഞിന് കിട്ടേണ്ട സ്വത്തുക്കൾ, ആ കുഞ്ഞിന് കിട്ടേണ്ട പരിപാലനം, അതെല്ലാം നിന്റെ കുഞ്ഞിന് ആദ്യം കിട്ടേണ്ടത്. നീ ആ ഗായത്രി അമ്മയുടെ കൂടെ ജീവിച്ച് അവരെ പോലെ ആയിന്ന് എനിക്ക് തോന്നുന്നേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്റെ വയറ്റിലെ ഇരട്ടക്കുട്ടികളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞേനെ. അങ്ങനെ മുഴുവൻ സ്വത്തിൽ 2 കുഞ്ഞുങ്ങളുടെ ഷെയറും ഞാൻ ഒപ്പിച്ചെടുത്തനെ. ഞാൻ ചെയ്യുന്നതൊക്കെ നീ കണ്ടു നിന്നാ മതി. ഇതാണ് ആള്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി എന്താന്ന് വെച്ചാ നിങ്ങൾ സംസാരിക്കും. അല്ല, കുട്ടി എന്താ വിഷമിച്ചു നിൽക്കുന്നേ? സിസ്റ്റർ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അല്ലേ? മോളൊന്നുകൊണ്ടും പേടിക്കണ്ട. ദേ, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ എന്റെ മോളുടെ കുഞ്ഞായി തന്നെ വളരും. അല്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഞാനിവിടെ അടുത്തുള്ള ഒരു കോളനിയിലെ താമസിക്കുന്നത്. എന്റെ ഭർത്താവ് 1 മാസം മുൻപ് തളർവാദം വന്ന് കിടപ്പിലായി. ബന്ധുക്കളും സ്വന്തക്കാരും എന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല.
ഈ അവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനോ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാനോ പറ്റില്ല. ആദ്യം കരുതിയത് അങ്ങേര് ഞാനോ ആത്മഹത്യ ചെയ്യാന്നാ. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയപ്പോഴാ അമല സിസ്റ്റർ നിങ്ങളുടെ കാര്യം പറഞ്ഞത്. എന്റെ നിവർത്തികേടിന് ഈ കുഞ്ഞ് എന്ത് പഴിച്ചു? കൺമുന്നിലായാലും അല്ലെങ്കിലും ജീവനോടെ ഉണ്ടാകൂലെന്ന് ഓർത്താ ഞാനിത് സമ്മതിച്ചത്. ഇവിടെ മുതല് മോൾക്ക് ശുക്രൻ ഉദിച്ചു എന്ന് കരുതിയാ മതി. ഒരു ലൈഫ് ടൈം സെറ്റിൽമെന്റ്. നീ പ്രതീക്ഷിക്കാത്ത ഒരു തുക ഞങ്ങൾ തരും. പ്രസവിക്കുന്നത് വരെയുള്ള നിന്റെ ഹോസ്പിറ്റൽ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ പ്രസവിച്ച് കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന ആ കുഞ്ഞുമായി ഒരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തരികയും വേണം. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നിന്റെ കുഞ്ഞു വളരാൻ പോകുന്നതേ ഒരു കോടീശ്വരനായിട്ട്. ഇത് നീ കൈവച്ചോ. നല്ല പോഷകാഹാരം വേണം കഴിക്കാൻ. കാരണം നിന്റെ വയറ്റിൽ വളരുന്നതേ ഈ രാജലക്ഷ്മിയുടെ ചെറുമകനാ, കേട്ടല്ലോ. എങ്കിൽ നീ പൊയ്ക്കോ. വർമ്മൻ വില്ലയിലേക്ക് വരുന്ന സമയവും കാലവും ഒക്കെ ഞാൻ അറിയിച്ചോളാം. ശ്രീടച്ച ഓ പത്രപാരായണം കഴിഞ്ഞില്ലായിരിക്കും. ചായ. ഇതെന്താ കട്ടനോ? പാല് വാങ്ങിയില്ലേ നീ? എവിടുന്നെടുത്ത് വാങ്ങാനാ? ഇന്നലെ വരെ കടം പറഞ്ഞ വാങ്ങിയത്. ഇനി ആ കടൽ ചെറുക്കന്റെ മുഖത്ത് നോക്കി കടം പറയാനേ എനിക്ക് വയ്യ. ഇതൊന്നല്ലെങ്കിൽ നാളെ നമ്മൾ കൊടുക്കില്ലേ സരോജ? എവിടുന്ന് കൊടുക്കുമെന്നാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മോല് മേടിച്ചില്ലേന്നു. ഇനി പത്രം മുഴുവൻ അരിച്ചു പെറുക്കി വായിച്ചാലേ സമാധാനാവുള്ളൂ. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഹായ്. സരോജം, ഒരു കട്ടൻ ചായ കൂടി എടുക്ക്. ഇപ്പൊ ഈ നിവർത്തി വെച്ചിരിക്കുന്ന പത്രമില്ലേ, അതിന്റെ വരവ് നാളത്തോടെ നിൽക്കും. രവി സാർ പറഞ്ഞതുകൊണ്ടാ നിങ്ങൾ ജോലിക്കൊന്നും പോകാത്തതെന്ന് എനിക്കറിയാം. എന്നാ പിന്നെ രവി സാറിനോടോ മോളോടോ കുറച്ച് കാശ് കടം ചോദിക്കാന്ന് വെച്ചാ ആത്മാ
അഭിമാനം തകർന്നു പോകും. പരിചയമുള്ള എല്ലാ കടകളിലും പൈസ കൊടുക്കാനുണ്ട് നമ്മള്. എങ്ങനെ കൊടുക്കാന്നാ വിചാരം?